കംപ്ലൈൻറ്റ് ഇതിപ്പോൾ ടി വി ഓൾറെഡി വർക്കിംഗ് ആണ്. ഇപ്പം ഞാനിവിടെ LOTയുടെ സ്ക്രീനൊന്ന് കൂട്ടി കാണിക്കാം. ഒന്ന് കൂട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഒരു സിംറ്റമാണ് വരുന്നത്. അപ്പോൾ ഇതൊരു നോർമൽ കണ്ടീഷനല്ല ടി വി. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് നോക്കണം. ഇപ്പോൾ 110 LOTയുടെ 110 ചെക്ക് ചെയ്യാണ്. നിലവിൽ 81 വോൾട്ട്. സമയത്ത് ഞാനിവിടെ LOT ഒന്ന് കുറച്ചിട്ട് നോക്കുകയാണ്. കറക്റ്റ് ഇവിടെ ഒരു 108 അടുത്ത് വോൾട്ട് വരുന്നുണ്ട്. LOT കൂട്ടുമ്പോൾ വോൾട്ടേജ് നോക്കണം. ഒരു 72 74 അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ പടത്തിൻ്റെ വിത്ത് കുറയുന്നുണ്ട് കൂട്ടുമ്പോൾ. ഇതാണ് കണ്ടീഷൻ. വിത്ത് നല്ലപോലെ കുറയുന്നുണ്ട്, വോൾട്ടേജ് നല്ലപോലെ കുറയുന്നുണ്ട്. ഒരു 70-80 താഴെയൊക്കെ വോൾട്ടേ ഉള്ളൂ. ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്, കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ വെർട്ടിക്കലിൻ്റെ ഇവിടെ ഞാൻ നോക്കുകയാണ്. വെർട്ടിക്കൽ സപ്ലൈ ഇവിടെ 12 കാണിക്കുന്നുള്ളൂ. ഇപ്പം നിലവിൽ നമ്മൾ ഇവിടെ ഈ കിറ്റ് നോക്കി ഇതിൻ്റെ അകത്തുള്ള പവർ സപ്ലൈയിൽ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. അത് കംപ്ലൈൻറ്റ് ഏതാണെന്ന് നമ്മളൊന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു പച്ച കളറിലുള്ളൊരു കപ്പാസിറ്ററാണ് 2A473J 473J എന്ന് പറയുന്ന കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ കപ്പാസിറ്ററായിരുന്നു ഇതിനകത്ത് പണിമുടക്കി കിടന്നത്. അപ്പോൾ ഇത് നേരിട്ട് നമുക്ക് കപ്പാസിറ്റർ ആണെന്ന് പറയണമെങ്കിൽ ഇത് നമ്മൾ കുറച്ച് നോക്കി ഇതിൻ്റെ റെസിസ്റ്റൻസുകളും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് പവർ സപ്ലൈയുടെ എറാമ്പ് ആ സെക്ഷനും അതെല്ലാം നോക്കി ചെക്ക് ചെയ്തതിന് ശേഷമാണ്, ഇവിടെ എല്ലാം ഓക്കെ ആണെന്ന് നോക്കിയതിന് ശേഷമാണ് ലാസ്റ്റാണ് കപ്പാസിറ്റർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പമുള്ളൊരു പരിപാടിയല്ലായിരുന്നു. സാധാരണ ഇത് റെയർ കേസിൽ പോകുന്നതാണ്. ഇതങ്ങനെ അധികം കംപ്ലൈൻറ്റ് വരാറില്ല. ഇത് വളരെ റെയറായിട്ടൊക്കെ വരുന്നൊരു കംപ്ലൈൻ്റാണ്. ഇത്തരമൊരു കംപ്ലൈൻറ്റ് വേറെ ആരും ഇങ്ങനെ നമുക്ക് യൂട്യൂബിൽ ആരും ചെയ്തിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഒരു റെയറായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റാണ്. 473J കപ്പാസിറ്റർ പോകുന്നതാണ്. ഒരു മുടികൾ വെച്ചാൽ റെഡിയാകുന്ന കേസുകൾ എങ്കിൽ തന്നെയും ഇതൊരു ടെക്നീഷ്യൻ പുതിയ വാങ്ങിയൊരു കിറ്റായിരുന്നു. അപ്പോൾ പുതിയ കിറ്റായതുകൊണ്ട് അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ തന്നെ അത് ശരിയാക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് നമ്മൾ കുത്തിയിരുന്ന് നോക്കിയത്. അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ട്യൂബിലൊന്ന് ഇത് കണക്ട് ചെയ്ത് ഇതിൻ്റെ പഴയ പോലെ എങ്ങനെയാണ് നമുക്ക് സ്ക്രീൻ കൂട്ടുമ്പോഴൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഞാനത് ഇപ്പോൾ ഇവിടെ സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ അതുപോലെ പടം ചുരുങ്ങി പോകുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സ്ക്രീൻ കൂട്ടി റീട്രേസ് വന്നിട്ടും പടം ചുരുങ്ങിയിട്ടില്ല, കുറച്ചു. അപ്പോൾ ഓക്കെ, നമുക്ക് ഓൾ ടൈം നോക്കി നോക്കാം. ഇവിടെ കുഴപ്പമില്ലാത്ത വോൾട്ടേജ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ ഇത് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടുപിടിച്ച കംപ്ലൈൻറ്റുകളാണ്. അപ്പം പരമാവധി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.